ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഡേ. മാമലക്കണ്ടം പോകുന്ന വഴിയാണ്. നമ്മുടെ ഹെസ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഷോ ദാറ്റ്. ഒരു നല്ല കിടിലം പഞ്ചർ കിട്ടി ഇവിടെ ഇരിപ്പുണ്ട്. സത്യം പറയട്ടെ, ഈ വണ്ടി ഹെവി ആയതുകൊണ്ട് തന്നെ ഇത്രയും എനിക്കിത് അവിടെ നിന്ന് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു പഞ്ചർ കിട്ടിയത്. ഞാൻ ഈ കയറി വന്ന വഴിക്ക് ഇത്രയും ഞാൻ ഉന്തി കയറ്റുകയാണ് ചെയ്തത്. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട്. ഈ സാധനം ഉന്താൻ വേണ്ടി നല്ല പാടാണ്. ഞാൻ പഞ്ചർ കാണിച്ചു തരാം. ഇതേ ഇരിക്കുന്നു. സോ ഞാനിപ്പോൾ റോഡ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. റോഡ് അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവരിപ്പോൾ തന്നെ ഷെയർ ലൊക്കേഷൻ വിത്തിൻ എ ക്വിക്ക് സെക്കൻഡ് അവരുടെ ലൊക്കേഷൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തിരിച്ച് വിളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. ഹെസ് ആദ്യമായിട്ട് പഞ്ചർ കിട്ടിയത് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ 9:50 RSനെ വിളിച്ചാണ്. ഇപ്പോൾ സമയം 11 മണിയായി. വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ച് വണ്ടി തള്ളിക്കൊണ്ട് വന്നിട്ട് ഒരു വെയിലത്തുനിന്ന് മാറ്റി വെച്ചു കേട്ടോ. അയ്യോ, ആണി സ്റ്റിൽ അവിടെ ഇരിപ്പുണ്ട്. അവസാനം നമ്മളിത് ബൈനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവസാനം നമ്മൾ ടയർ അഴിക്കുകയാണ്. ഇവിടെ മാമലക്കണ്ടം ട്രിപ്പിൻ്റെ ഒരു ഉദാരമായ അവസ്ഥയായിട്ട് കാണുന്നത്. ഹിമാലയനാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ടിൻ്റെ ഹിമാലയൻ എടുത്തിട്ട് പോയിട്ടാണ് ബൈനെ വിളിച്ചിട്ടിരുന്നത്. നമ്മൾ ഓൾറെഡി RSനെ 9:50 ആയപ്പോൾ വിളിച്ചാണ്. RS 9:50 വിളിച്ചിട്ട് ഇപ്പോൾ സമയം 12:10. ഇതുവരെ RSന് എനിക്ക് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. ഇതാണ് റോയൽ എൻഫീൽഡിൻ്റെ റോഡ് അസിസ്റ്റൻസ്. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. മേ ബി ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ബൈ ഇവിടെ നയിക്കുന്നുണ്ട്. നമ്മുടെ സ്പോക്സ് വീൽസ് അഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ഷോറൂമിലും വിളിച്ച് ചോദിച്ചു. അതുപോലെ തന്നെ വിളിച്ച് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ടയർ പഞ്ചർ കടയിലും വിളിച്ച് ചോദിച്ചു. ഹിമാലയൻ്റെ ടയർ ആയതുകൊണ്ട് മാത്രം ഇത് മാറിത്തരില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അവസാനം അടുത്തുള്ള ഒരു പഞ്ചർ കടയിൽ പോയിട്ട് ഒരു ബയ്യനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ടയർ ഊരുന്നത്. ഒരു ശരാശരി റോയൽ എൻഫീൽഡുകാരൻ്റെ അവസ്ഥയാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മോട്ടോർ സിഗ്നലിൻ്റെ ഓപ്പോസിറ്റുള്ള ടയർ ബസാറിലാണ്. ഇതാണ് അവരുടെ കോൺടാക്ട് നമ്പർ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹിമാലയൻ്റെ സ്പോക്സ് വീൽസ് അഴിക്കുന്ന ദൃശ്യങ്ങളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുത്തി കീറി എടുക്കുന്നുണ്ട്. എന്നാലും 8ൻ്റെ പണി തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത്. പോട്ടെ, സാരമില്ല കേട്ടോ. ഈ ഹോള് കണ്ടറിയാം, ഒരു പെരുത്ത ആണിയാട്ടോ കയറിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. ഈ ഒരു സാധനമാണ് നമ്മുടെ ഹിമാലയൻ പഞ്ചറാക്കിയ സാധനം. എനിക്ക് തോന്നുന്ന ഏതാ വണ്ടിയിൽ ഊരി പോയേക്കുന്ന സാധനമാണ്. ഒപ്പിച്ചോണ്ടിരിക്കുന്നത്. എന്നാൽ ഇൻഡിപെൻഡൻസ് ഡേക്ക് തന്നെ ഒരു 8ൻ്റെ പണി കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. പക്ഷെ രസമുണ്ട്. അയ്യോ, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ലൈഫിൽ ഇങ്ങനെ ഒരു പഞ്ചർ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പോയി നമ്മുടെ പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് ബയ്യനെ കൊണ്ട് വീണ്ടും നമ്മൾ റിട്ടേൺ അവിടെ വന്നിട്ടുണ്ട്. ബയ്യ ടയർ മാറുവാണ്. भैया तुम्हारा नाम क्या है भैया? नाम खुशी का? अच्छा नाम है खुशी. आलम आलम आलम. ओ अच्छा नाम है. ഭയ്യ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമുക്ക് RS കിട്ടാത്തത് കൊണ്ട് മാത്രം നമ്മൾ പെട്ടുപോയതാണ്. ഞാൻ പറയുന്നത് RS ഓൾറെഡി അസൈനായി. പക്ഷേ RS അസൈനായത് ഞാനിവിടെ കൊച്ചിയിലാണ്, എറണാകുളത്താണ് നിൽക്കുന്നത്. പക്ഷേ RS അസൈൻ ആയിരിക്കുന്നത് തൃശ്ശൂരുള്ള കൊടുങ്ങല്ലൂർ എന്നാണ് RS അസൈൻ അയക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഞാൻ മാപ്പിട്ട് കൊടുങ്ങല്ലൂർ നോക്കിക്കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ കാണിക്കുന്നത്. 3 മണിക്കൂർ കൊണ്ട് ആൾ ഇവിടെ വന്നിട്ട് മാറി തന്നെ. ആലോചിക്കുക, RS അത്രയും സമയം എടുത്തിട്ടാണ് RS അസൈൻ ആയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളൊരു ഹിമാലയനുണ്ട്. അവനാണ് നമുക്കിപ്പോൾ വന്നിട്ട് ഓൾറെഡി ഈ സാധനം കൂടെ സപ്പോർട്ടിന് വേണ്ടി വന്നത്. ഒരു സിദ്ധാർത്ഥിൻ്റെ ഹിമാലയനാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ഹിമാലയൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് ഹെസ. അങ്ങനെ ഹെസയുടെ ആദ്യത്തെ എന്താ പറയുക, ഒരു കിടിലൻ 8ൻ്റെ പണി തന്നെയാണ് കിട്ടിയത്. ബ്രേക്കൊക്കെ ഉണ്ടെന്ന് കിട്ടിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ എന്തായാലും അവിടുത്തെ നമ്പർ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിച്ചാൽ മതി. ഈ ബൈ വന്ന് നമുക്ക് ചേഞ്ച് ചെയ്തായിരിക്കും. പക്ഷേ നമുക്ക് ബൈനെ ഒന്ന് കൊണ്ടുപോയിട്ടായിരിക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും, നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും, നിങ്ങൾ ഇടുന്ന ഓരോ കമൻറ്റുമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഞങ്ങളുടെ പ്രചോദനം. ക്യാമറമാൻ ഇറ്റ്സ് ഓൾ അബൌട്ട് എമ്മനോടൊപ്പം ഹെസ. സ്റ്റേ ട്യൂൺ ഫോർ another video.